വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് നമ്മളൊരു പക്ഷേ ധരിച്ചു വെച്ചിട്ടുള്ള ഒരു തെറ്റായ കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു സംസാരം അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ വാചകം ഇതാണ്: വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നാ. ഈ ഒരു വാചകം നിങ്ങൾ അധികം കേട്ടിരിക്കാൻ ഇടയില്ല. അതിന് പകരം നമ്മൾ കേൾക്കാൻ സാധ്യത വിദ്യാഭ്യാസം ഒരു എന്തൊക്കെയാണ്, അതൊരു വളരെ പാവനമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് സകലമാന ടീച്ചർമാരും വിദ്യാലയത്തെ സരസ്വതി ക്ഷേത്രം എന്നാ വിളിക്കുക. കേട്ടിട്ടില്ലേ? ഈ സരസ്വതി ക്ഷേത്രത്തിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കള്ളമാണെന്നറിയോ. നോക്കൂ, ഇതൊരു സരസ്വതി ക്ഷേത്രമൊന്നുമല്ല കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു പുണ്യ പുരാതന പ്രവൃത്തിയൊന്നും നടക്കുന്നില്ല. നമ്മൾ അതിനെ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാണ്. അധ്യാപകൻ, അതിനെ പിന്നെ നമ്മൾ ഗുരു എന്ന് പറയും. അതെല്ലാം അറിയുന്ന സർവജ്ഞനായിട്ടുള്ളൊരു ഗുരു, ഒന്നും അറിയാത്തൊരു കുട്ടി. ഇതൊന്നും പുതിയ കാലം അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസം ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ് എന്ന്, ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാൻ ഇടയുള്ളത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഉടൻ നിങ്ങളുടെ മനസ്സിൽ ഒരു സാധനം ഇങ്ങനെ വരും. അത് നമ്മൾ ടി വിയിൽ പത്രത്തിലൊക്കെ കാണുന്ന ഈ മന്ത്രി അങ്ങനെ പറഞ്ഞു, മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് ഇത് പറഞ്ഞു, പ്രധാനമന്ത്രി അത് പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത് പറഞ്ഞിട്ടുള്ള ഈ തർക്കങ്ങൾ, വിതർക്കങ്ങൾ, ഈ ജാതി കാര്യങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയം. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയം വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിൽ നമ്മൾ അതിനെ കാണണം. രാഷ്ട്രീയം മനുഷ്യനും തമ്മിലുള്ള ബന്ധവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ്. ഈ റിലേഷൻഷിപ്പിന്റെ ടോട്ടാലിറ്റിനെയാണ് നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയാം. ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? അതാണ് രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കം. ഞാൻ ജീവിക്കുന്ന ഈ പ്രകൃതിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇപ്പൊ ജൂൺ 5 വരികയാണ്. എല്ലാവരും മരത്തൈ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം, ഞാനൊന്നും സ്കൂളിലും ഈവൻ കോളേജിലും പഠിക്കുമ്പോൾ പോലും ഈ ജൂൺ 5 എനിക്ക് ഓർമ്മയില്ല. ഞാൻ അത്ര ഒരു ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ അത് നന്നായി. അത് നല്ലതാണ് കേട്ടോ. പരിസ്ഥിതി ദിനമൊക്കെ നമ്മൾ കൊണ്ടാടുന്നത് നല്ലതാണ്. അത് വിശാലമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഒരു ഭാഗമാണ്. പക്ഷെ നോക്കൂ, ദയവ് ഇത് തെറ്റിദ്ധരിക്കരുത്. പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞാൽ മരം നടാനുള്ള ഒരു ദിവസമല്ല. നിങ്ങൾ മരം നട്ടോളൂ. ഞാൻ മരം നടുന്നതിനെ ഞാൻ എതിരായിട്ട് പറയല്ല. പക്ഷെ പരിസ്ഥിതി ദിനം സമം മരം നടുക എന്നുള്ളത് ഈ നവമാധ്യമങ്ങളൊക്കെ ഉണ്ടാക്കി തീർത്തൊരു അശ്ലീലമാണ്. യഥാർത്ഥത്തിൽ എന്താണ്? അത് നമ്മളുടെ ഉള്ളിൽ ഒരു പാരിസ്ഥിതിക ബോധം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഒരു ദിവസം മാത്രം നിൽക്കണതല്ല, അതൊരു പ്രോസസ്സാണ്. അങ്ങനെ വന്നാൽ എന്താണ് ഒരു പരിസ്ഥിതി ബോധം? എന്താണ് പരിസ്ഥിതി ബോധം എന്ന് പറയുന്നത്? പ്രകൃതിയുടെ കേന്ദ്രം മനുഷ്യനല്ല എന്ന് തിരിച്ചറിയുന്നതാണ്. ഞാനൊരു വലിയ വാചകാട്ടോ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് അതിൻ്റെ ഒരു കനങ്ങൾക്ക് എത്ര ഉണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വാചകം ഇതാണ്: പ്രകൃതിയുടെ കേന്ദ്രം മനുഷ്യനല്ല, മനുഷ്യനാണെന്നാണ് ഇപ്പൊ നമ്മുടെ ധാരണ. ആ ധാരണ ഉണ്ടാക്കിയത് ആരാണ്? ആ ധാരണ ഉണ്ടാക്കിയത് ഈ നൂറ്റാണ്ടുകളായി നിലനിന്നിട്ടുള്ള മതങ്ങൾ നമ്മളോട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഇപ്പോ ചൊവ്വേലിക്ക് നമ്മൾ പേടകമൊക്കെ പറഞ്ഞു വച്ചിട്ട് അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഏറെക്കുറെ മനസ്സിലായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ ചൊവ്വാദോഷം തീർന്നിട്ടില്ല. ഉണ്ടോ? ഇപ്പോഴും ഉണ്ട് ചൊവ്വാദോഷം. ആരൊക്കെ ചൊവ്വാദോഷമുള്ളൂ? മനുഷ്യനേ ഉള്ളൂ, വേറൊരു ജീവിക്കുമില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ഇതെല്ലാം മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. തെക്കോട്ട് തലവെച്ച് കടന്നാല് കുഴപ്പാണ് എന്ന വിശ്വാസം മനുഷ്യന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു നായിനെ നോക്കി നോക്കൂ, അതിന് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറൊന്നുമില്ല. അതെവിടേക്ക് തലവെച്ചും കിടക്കും. അത് രാവിലേക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. പക്ഷെ ഈ എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ഈ ഗ്രഹങ്ങൾ മനുഷ്യനെ മാത്രമേ പിടിക്കുള്ളൂ. ഇതൊരു 10,000-3000 കൊല്ലത്തിന് ഇപ്പുറം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണയാണ്. ആ ധാരണ ഉണ്ടാവാനുള്ള കാരണം എന്താ? നമ്മുടെ ഉള്ളിലുള്ള തോന്നൽ ഇതാണ്: പ്രകൃതിയുടെ കേന്ദ്രം മനുഷ്യനാണ് എന്നാണ്. ഇത് ശാസ്ത്രം അംഗീകരിക്കുന്നില്ല. പ്രകൃതിയുടെ കണ്ണിലൂടെ നിങ്ങൾ നോക്കിയാല് പട്ടിക്കുള്ളതിനേക്കാൾ, പൂച്ചയ്ക്കുള്ളതിനേക്കാൾ, പുഴുവിനും പൂമ്പാറ്റയ്ക്കും ഉള്ളതിനേക്കാൾ യാതൊരു പ്രാധാന്യവും മനുഷ്യനില്ല.
പ്രകൃതിയുടെ കണ്ണിലൂടെ നോക്കിയാൽ. നമ്മുടെ കണ്ണിൽ കൂടെ നോക്കിയാൽ കേട്ടോ. അതുകൊണ്ട് നാം ഇവിടെ നിലനിൽക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്, അത് പ്രകൃതിയുടെ ആവശ്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മനുഷ്യനെ അങ്ങോട്ട് പിഴുതു മാറ്റണം. പുതിയ കാലം ഒന്നുകൂടി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതിയുടെ കേന്ദ്രം മനുഷ്യനാണ് എന്നും മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ആധുനിക കാലത്ത് മാർക്കറ്റ് എന്ത് പഠിപ്പിച്ചു? അത് ഞാനാണ് എന്ന് പഠിപ്പിച്ചു. വേറെ ആരുമില്ല, പ്രകൃതിയുടെ കേന്ദ്രം ആരാ? ഞാനാണ്. നിങ്ങൾ പോലും എൻ്റെ കൺസേൺ അല്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ വീട്ടിലെ കച്ചറയൊക്കെ വേസ്റ്റൊക്കെ പെറുക്കി കൂട്ടിയിട്ട് ഒന്നുകിൽ റോട്ട് കൊണ്ടിടും, അല്ലെങ്കിൽ അപ്പുറത്തെ തൊടിയിലേക്ക് ഇടും. എത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മുടെ ഇവിടെ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇന്റെ പഠിക്കല റോഡ് നന്നാവണം എന്നുള്ളതേ ഉള്ളൂ. അവിടുത്തെ കമ്പിക്കാലുമ്പിൽ വിളക്ക് വരണം എന്നേ ഉള്ളൂ. അതിന്റെ കാര്യം ഇതാണ്, ഈ ആധുനിക കാലം മാർക്കറ്റ് പ്രകൃതിയുടെ ഒന്നുകൂടി ചുരുങ്ങിയിട്ടാണ്. മറ്റേത് മനുഷ്യനാണെന്നുള്ള കുറേയും കൂടി ബ്രോഡായിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒന്നുകൂടി ചുരുങ്ങിയിട്ട് പ്രകൃതിയുടെ കേന്ദ്രം ഞാനാണ് എന്നുള്ളിടത്തേക്ക് പുതിയ കാലം നമ്മൾ എത്തിച്ചു. അപ്പൊ എന്താ പരിസ്ഥിതി ബോധം? പരിസ്ഥിതി ബോധം ഈ എന്നെ ഇവിടുന്ന് പിഴുതെടുക്കലാണ്. ഈ കേന്ദ്രസ്ഥാനത്ത് നിന്ന് എന്നെയും മനുഷ്യനെയും പിഴുതെടുക്കലാണ്. പ്രകൃതിക്ക് അങ്ങനെ ഒരു കേന്ദ്രമൊന്നുമില്ല. ഇതാണ് പരിസ്ഥിതി ബോധം എന്ന് പറയുന്നത്. ഈ ബോധത്തോടു കൂടി നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രകൃതിയിലെ പരിസ്ഥിതിയിലെ ഇന്ററാക്ട് ചെയ്യുന്നത് എന്നതാണ് രാഷ്ട്രീയത്തിന്റെ വിശാലമായിട്ടുള്ള ഒരു താല്പര്യം. ആലോചിച്ച് നോക്കൂ. അല്ലാണ്ട് നമ്മൾ പൊതുവെ കരുതുന്നത് പോലെ അത് BJP, കോൺഗ്രസ്, CPM, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഗതിയല്ല. അത് അതിന്റെ അകത്ത് വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ഞാനും നിങ്ങളും പറഞ്ഞല്ലോ, ഞാനും നിങ്ങളും നിങ്ങളുടെ അയൽക്കാരനും, ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും, അല്ലെങ്കിൽ ഇന്ത്യക്കാരിയും ബംഗ്ലാദേശുകാരിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ വിശാലമായിട്ടുള്ള ഒരു ഭൂമികയാണ്, ക്യാൻവാസാണ് വാസ്തവത്തിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഇന്നത്തെ ഒരു പ്രാക്ടീസ്, ഈ സാധാരണ പറയില്ലേ, മരം കണ്ടിട്ട് കാട് കാണാതിരിക്കുക എന്ന് പറയില്ലേ. കാട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ വലിയ കാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് മരങ്ങൾ കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് കാട് കാണാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകത. കാട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് കാട്ടിൽ ചെന്നിട്ട് എന്ത് കണ്ടു എന്ന് ചോദിക്കരുത്. അതൊരു പൊട്ട ചോദ്യമാണ്. ഇന്ന് രാഷ്ട്രീയത്തിനൊക്കെ നമ്മൾ ഇങ്ങനെയാണ്, ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ കാട് ഫീൽ ചെയ്യണില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നൊരു ചുരുക്കം എന്താന്ന് വെച്ചാല്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വിശാലമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാൻവാസിൽ നമ്മൾ കാണണം. ഈ ഒരു ക്യാൻവാസിൽ എൻ്റെ റോൾ എന്താണ് എന്നത് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ശരിക്കും വിദ്യാഭ്യാസം. അതുകൊണ്ട് ക്ലാസ് മുറിയിൽ നല്ല രാഷ്ട്രീയം ഉണ്ടെന്ന് കണക്കാക്കണം. അല്ലാണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുക്കന്മാരുടെ കാല് തൊട്ട് വന്നിക്കാനുള്ള സ്ഥലമൊന്നുമല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഗുരുപൂജ, മറ്റത് മറച്ചത്, എന്തുമാതിരി അശ്ലീലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നറിയോ? അതൊന്നും ആധുനിക കാലത്തെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമാകേണ്ട കാര്യങ്ങളല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം.